ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 10ാം ബ്ലോക്കിൽ താളിപ്പാറയിൽ താമസിക്കുന്ന മോഹനനും കുടുംബത്തിനും ശൗചാലയം ഇല്ലാത്തത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കാട്ടാനപ്പേടിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിൽ ഏറെ ദുരിതം പേറുകയാണ് ഈ കുടുംബം. ഇവിടെ കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിൽ ഉണ്ടായ നാശനഷ്ടം ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി, അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. എന്നാൽ അതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു ആരോപണവും അതോടൊപ്പം തന്നെ വിഷവുമാണ് ഈ 10ാം ബ്ലോക്കിൽ താമസിക്കുന്ന മോഹനനും കുടുംബത്തിനും ഇവിടെ പറയാനുള്ളത്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഇതിന്റെ വിഷയം എന്നുള്ളത്. അപ്പോൾ വളരെ വലിയ ആരോപണമാണ്. 5-6 മാസക്കാലമായി അവർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോലും സൗകര്യം ലഭിക്കാനില്ലാതെ പ്രസവിച്ച മകളെ താങ്ങിയെടുത്തുകൊണ്ട് പുറത്ത് പറമ്പിൽ പോയി കാര്യം സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇവരിപ്പോൾ നമ്മളോട് വിവരിച്ചത്. ഇതിലൂടെ തന്നെ നമുക്കത് ചോദിച്ചറിയാം. അവരതിലെല്ലാം വന്നെടുത്ത് നോക്കിയതാണ്. എന്നിട്ട് പോലും അവര് ഇങ്ങനെ പറയുന്നത് ഇന്നലെ രാത്രി ഒരു ആന ഒരേ കാർച്ച 3 ദിവസമായി. ഇപ്പൊ എന്തോ കുരുത്ത് 2 ദിവസമായി ഇങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പുറത്തെ വഴിയായക്കൊണ്ട് നമുക്കൊരു സമാധാനം. ഈ ഒന്നാതിൽ ഈ പിള്ളേരെ കൊണ്ട് കക്കൂസ് പോക്ക് രാത്രി, ഇത് പകല് ബുദ്ധിമുട്ടില്ല, രാത്രിയാണ് നമുക്ക് ബുദ്ധിമുട്ട് തേച്ചും വരുന്നത്. ഈ പെറ്റ പെണ്ണിനെ തന്നെ കക്കൂസിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മള് വീട്ടില് ആരും ഇല്ലാണ്ടാന്ന് ആ കുട്ടീനെ കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോക്ക്. അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ആന അതിലെ വന്നതിന് ശേഷം ഇപ്പൊ അവിടെ പോക്കില്ല. ഇപ്പൊ മേലെ ഒരു പാട്ട കെട്ടിയിട്ടുണ്ട്. ആ പാട്ട മുട്ടിയിട്ടാണ് നമ്മള് പെണ്ണിനെ കൊണ്ട്. ഇതെന്നാ പിടിച്ചു വെക്കുന്ന സാധന ഇവര് പറയും പോലെ. ഞാൻ 2 ദിവസമായി പിള്ളേരെ വിളിക്കുന്നു, അല്ലെങ്കിൽ പോണം മതി എന്റെ ഒന്നിച്ചു വാ. ഇവര് ഇവിടുന്ന് അനങ്ങുന്നില്ല. അതല്ലേ പറ്റും. ഞാൻ ഓഫീസിൽ പോയി പറയൂ. മറ്റേ സാറോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ സാറോട് പറയൂ. സാറുമാര് വേണ്ട, എന്തിനു സാറുമാര്? നമ്മളെ കാര്യം നമ്മൾ ഒരാളെ തെറി വിളിച്ച കൊണ്ടോ ഒരാളെ ചീത്ത അടിച്ച കൊണ്ടോ നമ്മളെ കാര്യം നേരെ ആവില്ല. ശരിയായി വരണമെങ്കിൽ സാറുമാർ തന്നെ വേണം. ആനേനും പന്നിനും നമ്മൾ എങ്ങനെങ്കിലും ശ്രദ്ധിച്ചോളെന്ന് വെക്കാം. അത്രയും കഷ്ടാന്ന് ഈ കക്കൂസി പോക്ക്. 5 മാസമായി അവരോട് പറഞ്ഞു. സാറോട് അങ്ങ് പോയിട്ടാന്ന് നമ്മൾ പറഞ്ഞു. ചെക്കൻ അപേക്ഷ വെച്ചതാ, പെട്ടെന്ന് ശരിയാക്കാന്നും പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞിട്ട് പോയ. എഞ്ചിനീയർ വന്ന് നോക്കി നമ്മൾ പറഞ്ഞു അവിടെ വേണ്ട. വേനൊക്കെ ഞമ്മക്കൊരു തുള്ളി വെള്ളമില്ല. മഴക്കാലത്ത് ഞമ്മക്ക് ചളിക്കാരന അകത്ത് മുറ്റത്ത് നടക്കാനാവില്ല. മൊത്തം ചളിയായത് മൊത്തം. ഇപ്പൊ ഇങ്ങനെ ഞമ്മക്ക് നിക്കാം. മഴക്കാലത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കാണാം നമ്മളവസ്ഥ. വേനക്ക് ഒരു തുള്ളി വെള്ളം ഉണ്ടാവും. ആ കക്കൂസിന്റെ സാധനം കാണിച്ചു കൊത്തവർക്ക് അവിടെ. അതാണെങ്കിൽ മാറ്റിയെടുക്കണമെന്ന് അയാൾ പറഞ്ഞ കാരണം അത് മാറ്റി എടുക്കാൻ വേണ്ടിട്ട് അവിടെ സ്ഥലം കാണിച്ചു കൊടുത്തു. അത് വന്നിട്ട് അവര് അന്ന് തിരിച്ച് നോക്കാന്നും പറഞ്ഞിട്ട് പോയതാ. സാറോട് എന്തോ സാറ് ഒപ്പ് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ട് അത് നമ്മൾ ശരിയാക്കുമെന്ന്. ഇപ്പം വന്ന പുതിയ 2 പ്രൊമോട്ടർമാരോടും പറഞ്ഞു. അംഗൻവാടി ടീച്ചർ വിളിച്ച് പറഞ്ഞു. കാര്യമായിട്ട് അവർക്ക് ഈ കക്കൂസിനാ വേണ്ടേ, നിങ്ങളൊന്ന് എങ്ങനെങ്കിലും ശരിയാക്കിത്താ. അവരേതായാലും അവിടെ വന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് പോലും നിങ്ങൾ അത് അംഗീകരിക്കാത്ത സാറുമാരുണ്ടോ പ്രൊമോട്ടർമാരുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇവരെല്ലാം എന്തിനാ സർക്കാർ പൈസ കൊടുത്തിട്ട് നിയമിച്ച? വെറുതെ മെയിൻ റോഡിൽ മാത്രം നടന്നിട്ട് അവിടുത്തെ വിഷയം മാത്രം അന്വേഷിച്ചിട്ട് പോവാനോ ഈ പ്രൊമോട്ടർമാര്? സർക്കാർ ആ സമയം ഇങ്ങനെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം തന്നെങ്കിലോ അതിന് സർക്കാർ ആൾക്കാരും ഇല്ല. ഒരു രോഗിനെ കൊണ്ട് പോയിട്ട് കിടത്തി വന്ന കൈയും കാലും മുറിഞ്ഞാലോ എന്തെങ്കിലും പൊട്ടു വന്നെങ്കിൽ അത് രോഗിക്ക് ഇന്ന പോലെ ചെലവിനുള്ള പൈസ ഉണ്ട്. അത് പോയിട്ട് ഓഫീസിൽ പറയുമ്പോ അവര് പറയാ അങ്ങനെ ഒരു നിയമമില്ല, നിങ്ങൾ പഞ്ചായത്തിൽ കൊടുക്കണം, അവിടെ പറയണമെന്ന്. പഞ്ചായത്ത് മെമ്പർ മിനിയോട് പറഞ്ഞു. മിനി രമേശനോട് പറഞ്ഞിട്ട് അവൾ ഇവിടെ വരാന്ന് പറഞ്ഞതാ. കക്കൂസ് നോക്കിയിട്ട് ഞാൻ ഇതിനൊരു പരിഹാരം ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് പോയതാ. ഇവിടെ വന്നു ആന ചവിട്ടി പൊളിച്ച വീട്ടില്. അവിടെ വന്നിട്ട് ഇങ്ങോട്ടേ കേറിയിട്ടില്ല. കാട്ടാനയെയും ഇഴജന്തുക്കളെയും പേടിച്ച് ജീവിതം കഴിച്ചുകൂട്ടുന്ന 10ാം ബ്ലോക്കിലെ താളിപ്പാറയിൽ മോഹനന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ ഏറെ ദയനീയകരമാണ്.
ശൗചാലയമില്ലാത്തത് ഈ കുടുംബത്തിന് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. സൗജന്യ പൊതു ശൗചാലയങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വന്യമൃഗങ്ങളെ പേടിച്ച് പറമ്പുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബം. കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാറ്റിന്റെയും മഴയുടെയും രൂപത്തിൽ വൈദ്യുതിയെയും തടസ്സപ്പെടുത്തുന്നു. ആനയെ പ്രതിരോധിക്കുവാൻ കെട്ടിയ ഫെൻസിംഗ് വേലികളും പ്രവർത്തനക്ഷമമല്ല. പാട്ടകൊട്ടിയും ചൂട്ടുകത്തിച്ചും ഈ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യുന്നതിൽ ഈ കുടുംബത്തിന് തെല്ലു പരിഭവമില്ല. ഇവരുടെ ഇപ്പോഴത്തെ അത്യാവശ്യം ഒരു ശൗചാലയമാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പറമ്പുകളിലേക്ക് പോകുമ്പോൾ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ പുറകിൽ വന്ന് നിൽക്കുന്നുവോ എന്ന ഭയം ഇവരെ എപ്പോഴും വേട്ടയാടുന്നു. കേവലം ഒരു മരത്തിന്റെ മറവിൽ പോലും അനക്കമില്ലാതെയാണ് ആനകൾ നിൽക്കുന്നതെന്നും ഇവർ പറയുന്നു. അടുത്തെത്തുമ്പോൾ മാത്രമാണ് ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുക. അവഗണനയുടെ മഴക്കാറുകൾ മാറാൻ ഇനിയും എത്ര കാലമെടുക്കുമെന്ന അങ്കലാപ്പിലാണ് ഈ കുടുംബം. ഈ കുടുംബത്തിന് നിരവധിയായ വിഷയങ്ങളും പരാതികളുമാണ് പറയാനുള്ളത്. പ്രധാനമായും ഇവർക്ക് കക്കൂസില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 2008 നിർമ്മിച്ച ഒരു കക്കൂസ് അത് തകർന്നിട്ട് മാസങ്ങളായി. ഇതുവരെ പുതുക്കി പണിയാൻ TRDMന്റെ അധികൃതർ തയ്യാറായിട്ടില്ല. നിരവധിയായ വിഷയങ്ങൾ പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഈ കുടുംബം ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കാട്ടാന ശല്യം അതിരൂക്ഷമാവുകയായതും ഇവർ പറയുന്നു. ചൂട്ട് കത്തിച്ചാണ് ഇവർ കാട്ടാനയെ ഓടിക്കുന്നത്. വെള്ളവും വെളിച്ചവും ഇവർക്കില്ല. ആരാണ് ഇവരെ സഹായിക്കാനെത്തേണ്ടത്? സഹായിക്കാൻ നിശ്ചയമായും എത്തേണ്ട ആളുകൾ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഈ കുടുംബം നമ്മളോട് പങ്കുവച്ചത്. ഇതിന് പരിഹാരം കാണാൻ ഇനിയെങ്കിലും TRDM അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ആർലഫാം 10ാം ബ്ലോക്കിലെ മോഹനന്റെ വീട്ടിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.